എന്റെ കൊച്ചെങ്ങനെ മരിച്ചെന്നൊന്നും അറിയണം ഞങ്ങൾക്ക്. എന്റെ നിരാവസ്ഥ എങ്ങനെയാണ്? ആ കൊച്ചിന്റെ തൂങ്ങിയിട്ടില്ല, കൈ മുറിച്ചിട്ടില്ല, ഒന്നുമില്ല. പിന്നെ എങ്ങനെ എന്റെ കൊച്ചു മരിച്ചു? എന്റെ സഹോദരന്റെ കൊച്ചു. നമസ്കാരം, ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. കൊല്ലം കടക്കലിൽ 22-കാരി കുളിമുറിയിൽ മരിച്ചു കിടന്ന സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന സംശയത്തിൽ പോലീസ് സയന്റിഫിക് ഉദ്യോഗസ്ഥരെയും വിരലടയാള വിദഗ്ധരെയും സ്ഥലത്തെത്തിച്ച് തെളിവുകൾ ശേഖരിച്ചു. ഇന്നലെ വൈകിട്ട് 6:30ഓടെയാണ് കടക്കൽ വട്ടത്താമര LS ഭവനിൽ ബിനു ബിന്ദു ദമ്പതികളുടെ മകൾ 22 വയസ്സുള്ള അനന്യപ്രിയയെ വീടിനപ്പുറത്തെ കുളിമുറിയിൽ നിലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് അനന്യയെ കല്ലറയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കടക്കൽ താലൂക്ക് ആശുപത്രിയിലും എത്തിച്ചു. എന്നാൽ കല്ലറയിലെ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർ മരണത്തിൽ സംശയം പറഞ്ഞതിനെ തുടർന്ന് കടക്കൽ പോലീസ് അന്വേഷണം നടത്തുകയും മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് പിന്നീട് വിട്ടു നൽകി. യുവതി തൂങ്ങി മരിച്ചതാണോ എന്നുള്ള സംശയത്തിൽ കടക്കൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പ്രാഥമികമായി തൂങ്ങി മരണമാണെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. ട്രൂത്ത് വിഷൻ ന്യൂസ്, ചടയമംഗലം. എന്റെ കൊച്ചെങ്ങനെ മരിച്ചെന്നൊന്നും അറിയണം ഞങ്ങൾക്ക്. എന്റെ നിരാവസ്ഥ എങ്ങനെയാണ്? ആ കൊച്ചിന്റെ തൂങ്ങിയിട്ടില്ല, കൈ മുറിച്ചിട്ടില്ല, ഒന്നുമില്ല. പിന്നെ എങ്ങനെ എന്റെ കൊച്ചു മരിച്ചു? എന്റെ സഹോദരന്റെ കൊച്ചു മരിച്ചു ഞങ്ങൾക്ക് അറിയണം. സഹോദരൻ പോലും നാട്ടിലില്ല. ഈ വിവരം, മരിച്ച വിവരം പോലും ഞങ്ങൾ ഒറ്റ വിളിച്ച് അറിയിച്ചു. ഞങ്ങൾ 2 സഹോദരന്മാരുണ്ട്. ഞങ്ങൾ 2 പേരെയും വിളിച്ചത് നാട്ടുകാർ വിളിച്ചു പറഞ്ഞാണ് ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൽ എത്തിയത് വരെ. അപ്പൊ എന്റെ കൊച്ചെങ്ങനെ മരിച്ചെന്നുള്ള നിരാവസ്ഥ നമുക്ക് അറിഞ്ഞേ പറ്റി. കഴുത്തിൽ ചെറിയൊരു പാട് കിടക്കുന്നുണ്ട്. വേറെ എല്ലാ ദേവസ്ഥക്കും നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അത് പോലീസ് അവിടെ പരിശോധിച്ചവർക്ക് മാത്രമേ അറിയാൻ പറ്റൂ. എന്റെ കൊച്ചിന് എന്ത് പറ്റിയെന്നുള്ളത് ഞങ്ങൾക്ക് അറിയണം. എന്റെ സഹോദരനോട് ജീവിക്കുന്ന കാലം വരെ അവൻ പൊന്നുപോലെ നോക്കിയ മക്കളാണ് ഈ മോള്. നമ്മള് അറിയുന്നത് അതല്ല ഇങ്ങനെ വീട്ടിൽ നിന്ന് പോകുന്ന സമയത്താണ് നമ്മൾ കാണുന്നത്. നമ്മൾ കണ്ട് അവരെ കൂടെ പോവുകയാണ്. പോയി ചെല്ലുമ്പോഴത്തേക്ക് ബാത്റൂമിൽ കിടക്കുന്നതായിട്ട് കാണുന്നത്. അങ്ങനെ അയൽവക്കത്തുള്ളൊരു 3-4 പെണ്ണുങ്ങൾ നമ്മളെല്ലാം കൂടെ പോയി ബോഡി എടുത്ത് ഹാളിൽ കൊണ്ട് കിടത്തിയിട്ടാണ് 108 വിളിക്കുന്നത്. 108 വിളിച്ച് അരമണിക്കൂറിനകത്ത് 108 വന്ന് ബോഡി എടുത്തുകൊണ്ട് പോയി കൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടർ ചെക്കപ്പിഴത്തേക്ക് മരിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അവരെ പറഞ്ഞ് വീട്ടുകാരെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ തള്ളെ വിളിച്ചിട്ട് പോയിരുന്നു. അപ്പോൾ തന്നെ പോലീസിൽ അറിയിച്ച് പോലീസ് വന്ന് മെമ്പറെ വെച്ച് അവരെല്ലാം കൂടെ വന്നിട്ടാണ് എൻ്റെ ബോഡി അവിടെ നിന്ന് മാറ്റിയത്. ഇത്രയും നമുക്ക് അറിയത്തുള്ളൂ. അല്ല, അതിനെപ്പറ്റിയൊന്നും അറിയില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് എന്തെങ്കിലും ദുരൂഹം ഉണ്ടെന്ന് പറയുന്നത് ഡോക്ടർ പറഞ്ഞു. അങ്ങനെയാണ് പോലീസിനെ വിളിപ്പിച്ചത്. എന്ന് പറയുന്നതാണ് ഡോക്ടർ പറയുന്നത്. എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇപ്പോൾ പോലീസിനെ വിളിച്ച് വന്നത്. ഇത്രയും നമുക്കറിയാം, വേറെ ഒന്നും നമുക്കറിയില്ല. എൻ്റെ പേര് മധു.